വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ 18 തുടങ്ങി 29 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ളത്. തുയതൈര സഭയുടെ ദൂതന് എഴുതുക എന്നുള്ളതാണ് ഈ ചർച്ചിനെ കുറിച്ച് ദൂത്. പ്രോബ്ലംസ് വിത്തിൻ ദ ചർച്ച്. ഇതുവരെയുള്ള സഭകൾ പഠിച്ചപ്പോൾ സഭയ്ക്ക് പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഈ സഭ പറയുന്നത് സഭയ്ക്ക് അകത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതുവരെയും സഭ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ പുറത്തു നിന്നുള്ള ശല്യങ്ങളായിരുന്നുവെങ്കിൽ ഒരു പീരീഡ് കഴിഞ്ഞപ്പോഴേക്കും തിന്മശക്തിയുടെ അധിവാസം സഭയ്ക്കകത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ സഭയെ ആത്മീകമായിട്ട് വളരുവാൻ അനുവദിക്കാതെ സഭയുടെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ തുയതൈര സഭയുടെ ദൂതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സഭയ്ക്ക് ഒരിടത്ത് വിശ്വാസമുണ്ട്, അവർക്ക് ധാരാളം നന്മകളും എടുത്തു പറയത്തക്കുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ തന്നെയും സഭയ്ക്കകത്ത് ചില ദുരുപദേശങ്ങൾ, ദുർനടപ്പുകൾ, ചില പ്രശ്നങ്ങൾ വിത്തിൻ ദ ചർച്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള സഭയിൽ എങ്ങനെ ആയിരിക്കണമെന്നും ആണ് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ പ്രത്യക്ഷത എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിലെ 18-ാമത്തെ വാക്യം, തുയതൈര സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടി യേശു പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ സഭയ്ക്കകത്തുള്ള പ്രത്യക്ഷത അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടെയാണ്. അതോടൊപ്പം തന്നെ വെള്ളോട്ടിന് സദൃശ്യമായ കാലാണ്. ഇത് അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണെന്ന് പറയുന്നത് സകലത്തെയും കാണുന്ന, പരിശോധിക്കുന്ന, അറിയുന്ന ദൈവത്തിന്റെ കണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ മുന്നിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. രഹസ്യവും പരസ്യവുമായ ജീവിതത്തെ, മനുഷ്യന്റെ രഹസ്യകരമായ പാപത്തെയും പരസ്യമായ ജീവിതത്തെയും ഒരുപോലെ ദൈവം കാണുന്നു. ചിലർ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന വേറൊന്ന്. അങ്ങനെയുള്ള ജീവിതമല്ല. പ്രത്യക്ഷതയിൽ ഒരു വേഷഭക്തനായിരിക്കുകയും വേഷഭക്തയായിരിക്കുകയും എന്നാൽ രഹസ്യ ജീവിതത്തിൽ, റിയൽ ലൈഫിൽ ഒരു കപടതയിൽ ജീവിക്കുന്ന ജീവിതത്തെ സ്വർഗ്ഗത്തിലെ ദൈവം കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ കണ്ണ് സൂചിപ്പിക്കുന്നത് വളരെ ശക്തമായി ദൈവം സകലതും അറിയുന്നു എന്നുള്ളതാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ നന്മയെയും കർത്താവ് അറിയുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് ഈ ഭാഗം, ഈ കണ്ണുകൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ കാണുന്നു എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ സങ്കടങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കാതെ പോകുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ പോകുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ തരം താഴ്ത്തി കാണിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കണ്ണുകൾ നമ്മെ കാണുന്നു എന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വെള്ളോട്ടിന് സദൃശ്യമായ കാല് ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ അത് യാഗപീഠത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാപത്തെ സന്ദർശിക്കുന്ന ദൈവ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാപത്തെ ദൈവം വച്ചു പൊറുപ്പിക്കില്ല. സഭയ്ക്കകത്തുള്ള തിന്മയെ ദൈവം വച്ചു പൊറുപ്പിക്കില്ല. പാപത്തെയും പാപപ്രവൃത്തിയെയും പാപ സ്വഭാവത്തെയും ദൈവം വച്ചു പൊറുപ്പിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ വളരെ അധികാരത്തോടുകൂടെ, ശക്തിയോടുകൂടെ ഉള്ള ഒരു പ്രത്യക്ഷത സഭയ്ക്കകത്തായിരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യവുമോ ആയ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുകയാണ് ചെയ്യുന്നത്. സഭയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? നമ്മളെല്ലാവരിലും നമ്മിൽ എന്തൊക്കെ ഉണ്ട് എന്ന് കർത്താവിന് അറിയാം. എന്തൊക്കെ ഇല്ല എന്ന് നമുക്കറിയാം. അത് നമ്മളും അറിഞ്ഞിരിക്കണം. നമ്മുടെ വിശ്വാസത്തെ കർത്താവ് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി പരിശോധിക്കുന്നു, നിന്റെ പ്രവൃത്തികളെ കാണുന്നു. നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും നല്ലതെന്നും അറിയുന്നു എന്നാ പറയുന്നത്. കർത്താവ് എന്നെയും നിങ്ങളെയും കാണുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെ നോക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തി എപ്രകാരം ആയിരിക്കുന്നു എന്നതിനെ കുറിച്ച് കർത്താവ് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്നേഹം എപ്രകാരം ക്രിസ്തുവുമായുള്ള സ്നേഹത്തിലായിരിക്കുന്നു, അനുനിമിഷം അത് വർദ്ധിച്ചു വരുന്നുവോ കുറഞ്ഞു വരുന്നുവോ എന്ന് കർത്താവ് വളരെ വ്യക്തമായി പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ പടിപടിയായുള്ള ഉയർച്ചയിലായിരിക്കുന്നുവോ, അതും ഇന്നും ആരംഭിച്ച കാലത്തുണ്ടായിരുന്ന അതേ വിശ്വാസത്തിലായിരിക്കുന്നുവോ എന്ന പരിശോധനയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വേദപുസ്തകത്തിലെ ദാനിയേലിന്റെ പുസ്തകം പഠിച്ചാൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് ഉണ്ടായത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ദാനിയേലിനുണ്ടായത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇടങ്ങളിൽ എസ്തേർ രാജ്ഞിക്കും ആ കൂട്ടർക്കും ഉണ്ടായത് ഒരു വിശ്വാസത്തിന്റെ പരിശോധനയാണ്. യേശുവിന്റെ ശിഷ്യന്മാർക്ക് അതത് സമയത്തുണ്ടായിരുന്ന പരീക്ഷ
പരീക്ഷണങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധനയാണ്. എനിക്കും നിങ്ങൾക്കും ദൈവം നമ്മുടെ ജീവിത യാത്രയിൽ അപ്പോഴായിട്ട് നമ്മളെ പരിശോധിക്കാറുണ്ട്. അത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ടെസ്റ്റിൽ നമ്മൾ വിജയിക്കേണ്ടുന്നത് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഒരു ചെറിയ വിശ്വാസമല്ല, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഒരു ഡീപ്പായ ആഴത്തിലുള്ള ഒരു വിശ്വാസത്തിൽ വളരുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതൊക്കെ നമുക്ക് നൽകുകയും അതിൽ വളർന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും എന്ന സത്യം മനസ്സിലാക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ശുശ്രൂഷ എങ്ങനെ, ഏത് തരത്തിലുള്ള ശുശ്രൂഷയാണുള്ളത്? സ്നേഹത്തിന്റെ ശുശ്രൂഷയാണോ? സമർപ്പണത്തിന്റെ ശുശ്രൂഷയാണോ? ദൈവനാമത്തിന് മഹത്വം കരയറ്റുന്ന ശുശ്രൂഷയാണോ? അതോ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിന് മഹത്വം കരയറ്റുന്ന ശുശ്രൂഷയാണോ? ഇതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത കാലത്ത് ഞാൻ നമ്മുടെ ഈ റീൽസ്, കൊച്ചു റീൽസ്, ബൈബിൾ സ്റ്റോറീസിന്റെ റീൽസ് ഉണ്ട്. അതിൽ ഞാൻ അതിനകത്തുണ്ടായിരുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. അതിനകത്തുള്ള റീൽ ഇങ്ങനെയാണ്. അതിൻ്റെ കഥ ഇപ്രകാരമാണ് പോകുന്നത്. മരിച്ച് 2 പേർ സ്വർഗത്തിലെത്തുന്നു. ഒന്ന്, നാട്ടിലെ ഒരു ദരിദ്രനായ മനുഷ്യൻ, പള്ളിയിലൊക്കെ പോകുന്ന ഒരു വിശ്വാസമുള്ള മനുഷ്യനാണ്. മറ്റൊന്ന്, അതിസമ്പന്നനായ മനുഷ്യൻ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ 2 പേരും സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. ഒന്നാമത്തെ മനുഷ്യൻ ഇങ്ങനെ വരുമ്പോൾ മാലാഖ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് ഒരു പുസ്തകമുണ്ട്, അതിങ്ങനെ പരിശോധിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ നോക്കിയിട്ട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ പേര് വായിച്ചിട്ട് പറയുകയാണ്, കൊള്ളാം, നീ ദൈവഭക്തനായ മനുഷ്യനായിരുന്നു, നിന്റെ കഴിവിൽ നിന്നുകൊണ്ട് ദൈവനാമത്തിന്റെ മഹത്വം കരയറ്റുന്ന രീതിയിൽ നീ പ്രവർത്തിച്ചു, നല്ലവനും വിശ്വസ്തനുമേ, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ കവാടം തുറന്ന്, അതൊരു ഗേറ്റാണ്, അത് തുറന്ന് അകത്തേക്ക് പോകാനായിട്ട് അനുവദിക്കുന്നു. പിന്നിൽ നിന്ന് വേറൊരു ആൾ വരുന്നുണ്ട്. നല്ല മാന്യമായ വസ്ത്രം ധരിച്ച ഒരു സമ്പന്നനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം വന്നിട്ട് മാലാഖയോട് പറയുകയാണ്, എൻ്റെ പേരൊന്ന് നോക്കാനായിട്ട് പറയുന്നുണ്ട്. എൻ്റെ പേര് ഇതിനകത്തുണ്ട്, ഞാൻ ധാരാളം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകം സാധുക്കളെ സഹായിച്ചിട്ടുണ്ട്, അനേകർക്ക് വേണ്ടി ഞാൻ കൊച്ചും ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. മാലാഖ ആ പുസ്തകം ഒന്ന് പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ ഭൂമിയിലായിരുന്നപ്പോൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് ചെയ്തുവെങ്കിൽ തന്നെയും യേശുവിന് മഹത്വം കൊടുക്കുന്ന പ്രവൃത്തി അല്ലായിരുന്നു നിങ്ങളിൽ നിന്നുണ്ടായത്. പകരം നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയിലൂടെയും നിങ്ങൾക്കാണ് മഹത്വം ഉണ്ടായത്. നിങ്ങളുടെ നാമത്തിന് മഹത്വം കരയറ്റുന്ന രീതിയിലുള്ള ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്തത് എന്നാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമില്ല. കാരണം നിങ്ങൾ ഈ ഭൂമിയിൽ പ്രതിഫലം കൈപ്പറ്റിയിരിക്കുന്നു. കർത്താവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, എന്നെ പരിശോധിക്കുന്നു, നിങ്ങളെ പരിശോധിക്കുന്നു, നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളെ വളരെ വ്യക്തമായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം പരിശോധിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മുടെ പ്രവൃത്തികളെ പരിശോധിക്കുന്ന ദൈവകരങ്ങളിലേക്ക് സത്യസന്ധമായി നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതം വിശുദ്ധിയോടുകൂടി ആയിരിക്കുന്നുവോ, ദൈവത്തിന് ഹിതകരമായുള്ള പ്രവൃത്തികളാണോ നമ്മിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നതെന്ന് നമ്മെക്കുറിച്ചൊന്ന് പരിശോധിക്കണം. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം, കർത്താവേ, എൻ്റെ ജീവിതം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ദൈവത്തിന് മഹത്വം കരയറ്റുന്നതായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. അല്ലാതെ ഒന്നും ആകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനും സമർപ്പിക്കുവാനും സാധിക്കണം. സുവിശേഷങ്ങളിൽ ഇങ്ങനെയല്ലേ പറയുന്നത്, ഒരു വേലക്കാരൻ തൻ്റെ ജോലിയെല്ലാം ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ യജമാനനെ കാണുമ്പോൾ യജമാനൻ അവനോട് പറയും, നീ എനിക്കുള്ള ഫുഡ് തയ്യാറാക്കുക, എനിക്ക് വിളമ്പുക, ഞാൻ കഴിക്കട്ടെ എന്ന് പറയും. ആ മനുഷ്യൻ എല്ലാം തയ്യാറാക്കി വിളമ്പി കൊടുത്ത് യജമാനൻ കഴിക്കുന്നത് വരെയും വെയിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ചെയ്യേണ്ടുന്നതേ ചെയ്യുന്നുള്ളൂ, ഞാൻ ചെയ്യേണ്ടുന്നതേ ചെയ്യുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട്, സഭയുമായി ബന്ധപ്പെട്ട്, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, ദൈവനാമവും ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ ദൈവം അവസരം നൽകി ചെയ്യുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഇങ്ങനെയാണ് പറയാനുള്ളത്, ഇങ്ങനെയാണ് മനസ്സിലാക്കാനുള്ളത്. ഞാനും ചെയ്യേണ്ടുന്നതേ ചെയ്യുന്നുള്ളൂ. എന്താണോ എന്നെ ഏൽപ്പിച്ചത് അതേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. അത് നന്മയ്ക്ക് കാരണമായി തീരും, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കരയറ്റുന്നതായി തീരും. ഏത് ശുശ്രൂഷ ചെയ്താലും, എന്ത് പ്രവർത്തിച്ചാലും അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം കരയറ്റുന്ന രീതിയിൽ നമ്മളുടെ ശുശ്രൂഷകളെയും ജീവിതത്തെയും പ്രവൃത്തികളെയും ക്രമപ്പെടുത്തുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ തുയധൈര്യ സഭയെക്കുറിച്ച് പറയുന്നത്, ആദ്യത്തെ പ്രവൃത്തി നിന്റെ ആദ്യത്തെ പ്രവൃത്തിയേക്കാൾ ഏറ്റവും മഹത്വകരമായിരുന്നു ഒടുവിലത്തെ പ്രവൃത്തി.
ദിവസം കഴിയുന്തോറും ദൈവവുമായുള്ള ബന്ധത്തിൽ തണുത്തു പോകുന്ന അനുഭവമല്ല, വിശ്വാസത്തിലേക്ക് താണു പോകുന്ന അനുഭവമല്ല, പകരം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന അനുഭവം. യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു, യേശുവിനോടുള്ള അടുപ്പം വർദ്ധിക്കുന്നു, യേശുവിനോടുള്ള കൂട്ടായ്മ വർദ്ധിക്കുന്നു. യേശുവിനെ അധികമായി മനസ്സിലാക്കുവാൻ, വചനത്തെ അധികമായി മനസ്സിലാക്കുവാൻ, തീവ്രമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. കർത്താവ് എന്നെയും നിങ്ങളെയും പരിശോധിക്കുന്നു. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്നേഹവും നമ്മുടെ സഹനവും എല്ലാം പരിശോധിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. ആദ്യ സ്നേഹത്തിൽ നിന്ന് വിട്ടുകളഞ്ഞുവോ, അതോ ആദ്യത്തെക്കാൾ ഉപരി അധികമായി ദൈവത്തോട് അടുത്തു വരുന്നോ? പ്രതിഫലമുണ്ട് കേട്ടോ. കർത്താവ് ഇതെല്ലാം ഓർത്തു വയ്ക്കുന്നുണ്ട്. മലാഖി പ്രവചനം പറയുന്നു, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ അത് ശ്രദ്ധ വെച്ച് കേട്ടു, തൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. സ്മരണയുടെ പുസ്തകമുണ്ട്. ഇങ്ങനെ ധാരാളം പുസ്തകങ്ങൾ സ്വർഗത്തിലുണ്ട്. ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട്. ഇതിലൊക്കെ തന്നെ എവരിത്തിങ് ഈസ് റെക്കോർഡഡ്. ദൈവത്തിന്റെ ഭക്തന്മാരുടെയും ഭക്തകളുടെയും ലിസ്റ്റ് ഉള്ളൊരു പുസ്തകമുണ്ട്. ഞാനും നിങ്ങളൊക്കെ തന്നെ അതിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇവിടെ ഒരു ചെറിയൊരു സമൂഹം, തുയതൈര സഭയിലുള്ള ഒരു ചെറിയൊരു സമൂഹം, സഭയ്ക്കകത്ത് ഇങ്ങനെയൊക്കെയുള്ള ആന്തരികമായുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഒരു ചെറിയൊരു സമൂഹം ആ വിശ്വാസത്തെ കീപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു ശേഷിപ്പ്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറിയൊരു സമൂഹം അവിടെ ഉണ്ട് എന്ന് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. ഇനി സഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അല്പം കൂടെ താഴോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ എല്ലാവരോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് ആവശ്യപ്പെടുന്നത്, നമ്മളെല്ലാം ആവശ്യപ്പെടുന്നത്, നമുക്ക് ഉള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളാനായിട്ട് ആവശ്യപ്പെടുന്നു. നമുക്കുള്ള വിശ്വാസത്തെ, നമുക്കുള്ള പ്രത്യാശയെ, അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. 25-ാമത്തെ വാക്യം പറയുന്നത്, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തിയെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രം പോലെ നുറുങ്ങി പോവുകയും ചെയ്യും എന്നാ പറയുന്നത്. ഉദയ നക്ഷത്രവും കൊടുക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. ഓരോരുത്തർക്കും ഉള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുവാൻ പറയുന്നു, നഷ്ടമാക്കി കളയരുത്. നിങ്ങൾ നോക്കി നോക്കണം, ഏശാവിന് ജന്മനാ കിട്ടിയതാണ് ജ്യേഷ്ഠാവകാശം. അത് ഇൻഹെറിറ്റഡ് ആണ്, ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയതാണ്. ആ മനുഷ്യൻ ഒരു നേരത്തെ ഫുഡിന്റെ പേരില്, വിശപ്പിന്റെ പേരില് ആ ജ്യേഷ്ഠാവകാശത്തെ നഷ്ടമാക്കി കളഞ്ഞു. ദൈവം തലമുറയായി തൻ്റെ ആ ഭവനത്തിലെ ഓരോ ഭവനത്തിലെയും മൂത്ത മക്കൾക്ക് ഓരോരുത്തർക്കായിട്ട് നൽകിയിരിക്കുന്ന ബ്ലെസ്സിങ്സ്, ഒരു അല്പം ജഡീകമായുള്ള ഒരു ആവശ്യത്തിന്റെ പേരിൽ നഷ്ടമാക്കി കളയരുതെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കുള്ളതിനെ നഷ്ടമാക്കി കളയരുത്. ഏശാവ് ഒരു ഫുഡിന്റെ പേരിൽ തനിക്കുണ്ടായിരുന്നതിനെ നഷ്ടമാക്കി കളയരുത്. യൂദ ശിഷ്യനായിരുന്നു, യേശുവിന്റെ ശിഷ്യനായിരുന്നു, 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. തന്റെ ശിഷ്യത്വത്തെ നഷ്ടമാക്കി കളഞ്ഞു. ശിഷ്യൻ അല്ലാതായി മാറി. കൂടെ നടന്നിട്ട് ചതിക്കുകയാണ് ചെയ്യുന്നത്, കൂടെ നടന്നിട്ട് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്, ധനമഹിയായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഗേഹസി യേശുവിന് എലീശയോടൊപ്പം നടന്ന വ്യക്തിയാണ്. പക്ഷെ പിന്നത്തേതിൽ എന്താണ് സംഭവിച്ചത്? ആ മനുഷ്യൻ അരാം രാജാവിന്റെ കയ്യിൽ നിന്ന് പണം കൈക്കലാക്കിയതിന് ശേഷം അദ്ദേഹം ഒരു രോഗിയായി, കുഷ്ഠരോഗിയായി തീരുന്നു. അദ്ദേഹം ധനമോഹിയായിട്ട് വീണു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വിശ്വാസ ജീവിത യാത്രയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെ, ദൈവം നൽകിയിരിക്കുന്ന പ്രതിഫലങ്ങളെ ദയവ് ചെയ്ത് നഷ്ടമാക്കി കളയരുത്. എനിക്കും നിങ്ങൾക്കും ദൈവം വിശ്വാസത്തിനൊത്തവണ്ണം ഉള്ള ഓരോ പൊസിഷനുകൾ നൽകിയിട്ടുണ്ട്, ഓരോ നന്മകൾ നൽകിയിട്ടുണ്ട്. അത് നഷ്ടമാക്കി കളയരുതേ. കർത്താവേ, എനിക്ക് നൽകിയിരിക്കുന്ന സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് നഷ്ടമാക്കി കളയാൻ എന്നെ അനുവദിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അത് കീപ്പപ്പ് ചെയ്യണം. ദയവ് ചെയ്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോരോ അവകാശങ്ങളെ നഷ്ടമാക്കി കളയരുതേ. പ്രാർത്ഥനാ ജീവിതത്തിൽ ബലപ്പെട്ടു വരുവാൻ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നുവെങ്കിൽ അതിനെ നഷ്ടമാക്കി കളയരുതേ. വിശ്വാസ ജീവിതത്തിൽ ബലപ്പെട്ടു വരുവാൻ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നുവെങ്കിൽ നഷ്ടമാക്കി കളയരുതേ. ശുശ്രൂഷ മേഖലയിൽ ബലപ്പെട്ടു വരുവാൻ നിങ്ങൾ ആക്കിയിരിക്കുന്നിടത്ത് നഷ്ടമാക്കി കളയരുതേ. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നിടത്ത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളെ ദൈവം ഓരോരോ വിശ്വാസത്തിലും ഓരോ പ്രത്യാശയിലും ഓരോ പൊസിഷനിലും ആക്കിയിരിക്കുന്നു. ദയവ് ചെയ്ത് നഷ്ടമാക്കി കളയരുതേ. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ നല്ല രീതിയിൽ പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു,
രാവിലെ എഴുച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, വേദപുസ്തകം വായിക്കുമായിരുന്നു, പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല, നഷ്ടമാക്കി കളഞ്ഞു. ദയവ് ചെയ്ത് ചെയ്യരുത്. ഇവിടെ ത്വൈതൈര സഭയിലുള്ള വിശ്വാസികളെ കുറിച്ച്, ഒരു വിഭാഗം വിശ്വാസികളെ കുറിച്ച് യേശുവിന് എടുത്തു പറയാനുള്ളത്, ആദ്യത്തേക്കാൾ പിന്നത്തേതിൽ നിങ്ങൾ വർദ്ധിച്ചു വന്നു എന്ന് പറഞ്ഞാൽ, ആരംഭത്തിൽ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 1 നേരമല്ല 2 നേരം പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ 1 നേരമല്ല 2 നേരമല്ല 3 നേരം പ്രാർത്ഥിക്കുന്നു. അധികം വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു, അധികം കൂട്ടായ്മ കാണിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ 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 ദൈവവുമായുള്ള ബന്ധത്തിൽ, വിശ്വാസത്തിൽ വളർന്നു വരുവാൻ ശ്രമിക്കുന്നു. ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്നു. മറ്റൊന്നിനെയും വഴിതെറ്റിക്കുന്ന ഒന്നിൻ്റെയും പിന്നാലെ പോകാതെ അത് നിലനിൽക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് പ്രതിഫലമുണ്ട്. അവർക്ക് പ്രതിഫലം ഉണ്ട്. എന്ത് പ്രതിഫലമാണ് നൽകിയിരിക്കുന്നത്? യേശുവിന് തൻ്റെ പിതാവ് നൽകിയതുപോലുള്ള ഒരു അവകാശം, ജാതികളുടെ മേലുള്ള അവകാശമാണ്, ജാതികളെ ഭരിക്കുവാനുള്ള ഒരു അവകാശമാണ് നൽകിയിരിക്കുന്നത്. നിനക്കുള്ളത് നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ, പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതിരുന്നാൽ, കൽപ്പിച്ച പ്രവൃത്തി അവസാനത്തോടും കൂടെ പിൻപറ്റിപ്പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കും. ബിലെയാം നഷ്ടമാക്കി കളഞ്ഞ അനുഗ്രഹങ്ങളുണ്ട്, ശൗൽ രാജാവ് നഷ്ടമാക്കി കളഞ്ഞ അനുഗ്രഹങ്ങളുണ്ട്. ഇതൊന്നും ഗേഹസി നഷ്ടമാക്കി കളഞ്ഞ അനുഗ്രഹങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒന്നും നഷ്ടമാക്കി കളയരുത് എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ് ദൈവം നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധികാരം. ദൂതന്മാരെ ഭരിക്കുവാനുള്ള, ഗോളങ്ങളെ ഭരിക്കുവാനുള്ള ഒരു അധികാരം നൽകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കാന്നുള്ളത്. ഏതൊക്കെ പാപത്തിന്റെ മേൽ ഞാനും നിങ്ങളും വിജയം നേടുന്നുവോ അതിന്മേലുള്ളൊരു അധികാരമാണ് ലഭ്യമായി തീരുന്നത്. ഏതൊക്കെ പാപത്തിന്റെ മേൽ ഞാനും നിങ്ങളും വിജയം നേടുന്നുവോ അതിന്മേലുള്ളൊരു അധികാരം ലഭ്യമായി തീരുന്നു. പാപപ്രവർത്തികളുടെ മേലുള്ള അധികാരം, ഒരുപക്ഷെ ലസ്റ്റിന്റെ മേലുള്ള അധികാരം, അത് തിന്മ പ്രവൃത്തികളുടെ മേലുള്ള അധികാരം, കള്ളം പറയുന്നതിൽ നിന്നുള്ള അധികാരം, അതിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുന്നതിനുള്ള ഒരു അധികാരം, കള്ളം പറയുന്നതിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അധികാരമാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഏതൊക്കെ പാപപ്രവൃത്തിയുടെ മേൽ എനിക്കും നിങ്ങൾക്കും വിജയം പ്രാപിക്കാൻ സാധിക്കുന്നുവോ അവയുടെ മേലുള്ള ദൈവത്തിന് അധികാരമാണ്. വിശ്വാസത്തിന്റെ മേലുള്ള ഒരു അധികാരം. അവിശ്വാസത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ വളർന്നു വരുവാൻ, വിശ്വസിക്കുവാൻ ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യത്തിലും വിശ്വസിക്കുവാനായിട്ട് സാധിക്കത്തക്ക രീതി നിങ്ങളുടെ പ്രവൃത്തികളെ കാണിച്ചാൽ അവിടെ ദൈവികമായ അധികാരമാണ് കാണുന്നത്. സിംഹത്തിന്റെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അറിയാം, സിംഹം നശിപ്പിച്ച് കളയും. കാരണം ദാനിയേലിന് ശേഷം ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇടാൻ വേണ്ടി കാരണമായി തീർന്നവരെയൊക്കെ അറിയും, അവരുടെ ഭാര്യയും അവരുടെ മക്കളെയും കൂടെ എടുത്ത് സിംഹത്തിന്റെ കൂട്ടിലിടുന്നു. വേദപുസ്തകം ആ ഭാഗം പഠിച്ചാൽ ആ ഭാഗം ഓർമ്മപ്പെടുന്നത്, സിംഹത്തിന്റെ കൂട്ടിനകത്തേക്ക് ഇവരിഞ്ഞ് താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ സിംഹം അവരുടെ എല്ലുകളെ നുറുക്കിക്കളഞ്ഞു. ഇപ്പൊ സിംഹം ഒരു ഇരയെ കിട്ടിയാൽ വേട്ടയാടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എല്ലൊടിച്ച് കളയും. എല്ലൊടിക്കുന്നതിലൂടെ അതിന് പിന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇരയെ വളരെ വേഗത്തിൽ ആക്രമിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷെ ദാനിയേൽ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ ആ സിംഹക്കൂട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും സിംഹങ്ങൾ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കൊള്ളണം. അവിശ്വാസത്തിന്റെ മേൽ വിശ്വാസം വിജയിക്കുകയാണ് ചെയ്യുന്നത്. തീയുടെ മേൽ അധികാരമുണ്ടാകുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തിന്റെ ഫലമായിട്ട് തീയുടെ ശക്തിയുടെ മേൽ അധികാരമുണ്ടാകുന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന്. സിംഹങ്ങളുടെ മേൽ, നിന്നെ നശിപ്പിക്കുന്ന ശത്രുക്കളുടെ മേൽ, കടിച്ചു കീറി കളയുന്ന എല്ലാ തിന്മയുടെ ശക്തിയുടെ മേൽ അധികാരമുണ്ടാകുകയാണ് ചെയ്യുന്നത്. ദാനിയേലിന്റെ ജീവിതത്തിൽ അനീതിയുടെ മേലുള്ളൊരു അധികാരം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പാപപ്രവൃത്തികളുടെ മേൽ നമുക്കൊരു അധികാരം ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നത്. അതാണ് ജയിക്കുന്നവന്. ആരൊക്കെ പാപത്തെ വിജയിക്കുന്നുവോ, പാപത്തെ തോൽപ്പിക്കുന്നുവോ, പാപത്തെ തകർത്ത് കളയുന്നുവോ, അതിൻ്റെ വിഷമുള്ളിനെ ഒടിച്ചു കളയുന്നുവോ, അതിനെ തകർത്തുകൊണ്ട് മുന്നേറുവാനായിട്ട് സാധിക്കുന്നുവോ അവർക്ക് പ്രതിഫലമുണ്ട് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. അവർ ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കും. ശക്തമായ ഭരണമാണ്. തിന്മയെ തിന്മയെന്ന് പറഞ്ഞുകൊണ്ട് ശാസിക്കുന്ന ദൈവത്തിന്റെ അതിശക്തമായ ഭരണത്തിന്റെ അനുഭവത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. സഭയ്ക്കകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നോക്കാം. ഒരു പ്രശ്നം പറഞ്ഞിരിക്കുന്നത് ദുർനടപ്പ് ആചരിക്കാനായിട്ട് ഉപദേശിക്കുന്ന ഒരു ഉപദേശത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു സ്ത്രീയാണ്, ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ എന്താണ് ചെയ്യുന്നത്?
ഇസബേൽ എന്ന സ്ത്രീ 20-ാമത്തെ വാക്യത്തിൽ, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഒരു കുറ്റം പറയുവാനുള്ളത്, ഒരു സ്ത്രീയെ അനുവദിക്കുന്നു. ആ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? ഒരുപക്ഷെ സ്വാധീനമുള്ളൊരു സ്ത്രീയാണ്. അവരെന്താണ് ചെയ്യുന്നത്? അവർ അവിടെ ദുർനടപ്പ് ആചരിക്കാനായിട്ട് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ദുർനടപ്പ്, ഇപ്പൊ സഭയെ വിശുദ്ധിയിലേക്ക് പോകുന്നതിന് തടസ്സമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വം. ദുർനടപ്പ് കൊണ്ട് സഭയ്ക്കകത്ത് തന്നെ താമസിച്ച് സഭയെ ദുർനടപ്പിലേക്ക് നയിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സഭകളിൽ അത്തരക്കാരുണ്ടല്ലോ. യുവാക്കളെ വഴിതെറ്റിക്കുന്നവരുണ്ട്, കുടുംബങ്ങളെ വഴിതെറ്റിക്കുന്നവരുണ്ട്. അത് ആര് തന്നെ ആയാലും സഭയ്ക്കകത്തിരുന്നു കൊണ്ട് സഭയെ നശിപ്പിക്കുന്ന ശിഥില ശക്തികളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് വേദപുസ്തകത്തിലൂടെ ഇസബേൽ എന്ന സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് വേദപുസ്തകത്തിലെ കർത്താവ് ശാസിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അനുവദിക്കരുത്. വിശുദ്ധിയിലേക്ക് പ്രവർത്തിക്കേണ്ടുന്ന സഭയെ അശുദ്ധിയിലേക്ക് നയിക്കുകയും ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്നു. എന്തൊക്കെ ചെയ്യുന്നു? ദുർനടപ്പ് ആചരിപ്പിക്കുന്നു, വിഗ്രഹാർപ്പിതത്തിന്റെ പിന്നാലെ എന്ന് പറഞ്ഞാൽ ദൈവമല്ലാതിരിക്കുന്നതിന് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കരുത് എന്ന് പറയുന്ന 1-ാം പ്രമാണത്തിന്റെ തെറ്റിക്കലിലേക്ക് പോകുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തന്റെ ദാസന്മാരെ വിശ്വാസത്തിലിരിക്കുന്നവരെ, യേശുവിനെ പിൻപറ്റി വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവരെ വഴിതെറ്റിച്ച് കളയുന്നവരുണ്ട്. ഇവരെയൊന്നും അനുവദിക്കരുത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. സഭയ്ക്കകത്ത് യാതൊരു തിന്മയും അശുദ്ധിയും സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിക്കില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മേൽ ദൈവത്തിന് ന്യായവിധി ഉണ്ടാകും. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം അവർക്ക് മാനസാന്തരപ്പെടുവാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. 21-ാം വാക്യം, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സായില്ല. മാനസാന്തരപ്പെടുവാനുള്ള ചാൻസസ് ദൈവം നമ്മുടെ ജീവിതത്തിലെ പാപപ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുവാനുള്ള അവസരങ്ങൾ ധാരാളം നൽകുന്നുണ്ട്. ദൈവം നൽകുന്ന അവസരങ്ങൾ ദൈവത്തിന്റെ ബലഹീനതയായിട്ട് കണക്കാക്കരുതേ. ദൈവം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ചാൻസുകൾ ദൈവത്തിന്റെ ബലഹീനതയായിട്ട് കണക്കാക്കരുതേ. അത് നമുക്ക് ലഭ്യമായി തീരുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കണക്കാക്കി അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. പൂർണ്ണ വിശുദ്ധിയോടുകൂടെ സഭയ്ക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കണം. പൂർണ്ണ വിശുദ്ധിയോടുകൂടെ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കണം. മാനസാന്തരപ്പെടാഞ്ഞാൽ നമുക്കുള്ള ചാൻസുകൾ നഷ്ടപ്പെട്ടു പോകും. ശൗൽ രാജാവ് തന്റെ രാജ്യത്വം സ്ഥിരമാക്കപ്പെടുമായിരുന്നു. അദ്ദേഹം തെറ്റ് ചെയ്തു. ശുശ്രൂഷകൻ ചെയ്യേണ്ടുന്ന, പ്രവാചകൻ ചെയ്യേണ്ടുന്ന ശുശ്രൂഷ അദ്ദേഹം ചെയ്തു. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തെ നഷ്ടമാക്കി കളഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ ദിവസവും ദൈവത്തോട് അടുത്തു വരുവാനും മാനസാന്തരത്തൊത്തവണ്ണം ജീവിപ്പാനും പ്രവർത്തിക്കാനും വേണ്ടിയാണ്. ആയതിനാൽ പാപത്തെ ലഘുവായി കാണാതെ, സിമ്പിളായി കാണാതെ മുന്നോട്ട് പോകുവാനും കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുവാനും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അതിനുവേണ്ടി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കണം. തുയധൈര്യ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. വളരെ സഭയ്ക്കകത്ത് നിന്ന് ധാരാളം പ്രശ്നങ്ങളുള്ളൊരു സഭയാണ്. എങ്കിൽ തന്നെയും അവിടെയുള്ള വിശ്വാസി സമൂഹത്തിൽ ക്രിസ്തുവിനെ മുറുകെ പറ്റി നിന്ന ഒരു നല്ലൊരു സമൂഹത്തെ അവിടെ കാണുന്നുണ്ട്. അവിടെ വിശ്വാസ ജീവിതം അനുഗ്രഹത്തിന്റെ വിശ്വാസ ജീവിതമാണ്. കർത്താവ് പറയുന്നു, അവരുടെ പ്രവൃത്തി ആദ്യത്തേതിലും മഹത്വകരമായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിൽ ആരൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നിലനിൽക്കുന്നുവോ അവർ അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവിന് ലഭ്യമായി തീരുന്നത് പോലെ യേശു നൽകുന്ന അധികാരങ്ങൾ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആരൊക്കെ അതിൽ നിന്ന് വീണു പോകുന്നുവോ, സഭയ്ക്കകത്ത് ദുർനടപ്പിന്റെ ഉപദേശങ്ങൾ നൽകുന്ന, സഭയെ അശുദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഉപദേശങ്ങളുടെ പിന്നാലെ പോകുന്നുവോ, ഇസബേൽ സ്പിരിറ്റിന്റെ പിന്നാലെ പോകുന്നുവോ, ആ ഉപദേശത്തിന്റെ പിന്നാലെ പോകുന്നുവോ, അവർക്കെല്ലാം തന്നെ ന്യായവിധി ഉണ്ടാകും. പക്ഷെ അവർക്കെല്ലാവർക്കും സ്വർഗ്ഗത്തിലെ ദൈവം മാനസാന്തരപ്പെടുവാനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നേറുവാനും സാധിക്കേണ്ടെന്ന് ആവശ്യമാണ്. ഇന്ന് കർത്താവ് എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മാനസാന്തരപ്പെടുക. നമുക്ക് ഓരോരുത്തർക്കുമുള്ള വിശ്വാസത്തെ നഷ്ടമാക്കി കളയരുത്. ചുറ്റുവട്ടത്തൊക്കെ നോക്കിയിട്ട് അവർ അങ്ങനെയല്ലേ ജീവിക്കുന്നത്, ഇവരിങ്ങനെയല്ലേ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും കുറിച്ച് ഇങ്ങനെ നമ്മൾ ചുറ്റുവട്ടത്തുള്ളവർ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടമാക്കി കളയരുത്. മനുഷ്യരെ നോക്കരുത്, വഴിതെറ്റിക്കുന്ന ഇസബേൽ സ്പിരിറ്റിന്റെ പിന്നാലെ പോകരുത്, തിന്മയുടെ ഉപദേശങ്ങളുടെ പിന്നാലെ പോകരുത്, മറ്റ് നേതൃത്വങ്ങളെ നോക്കരുത്, വ്യക്തികളെ നോക്കരുത്. ഒന്നിനെ മാത്രം നോക്കുക, സ്വർഗ്ഗത്തിലെ ദൈവത്തെ മാത്രം നോക്കുക.
ഒന്നിനെ മാത്രം മുറുകെ പിടിച്ചു കൊള്ളുക, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രതിഫലത്തെ മുറുകെ പിടിച്ചു കൊള്ളുക. ഒന്ന് മാത്രം ശ്രദ്ധ വയ്ക്കുക, വേദപുസ്തകത്തിലൂടെ കർത്താവ് എന്ത് ഉപദേശം നൽകുന്നുവോ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലും ദൈവത്തിന്റെ നിശ്ചയമായ ഉറപ്പോടുകൂടെ മുന്നേറുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ദൈവകൃപയ്ക്കൊത്തവണ്ണം നിലനിൽക്കാനും മുന്നേറുവാൻ സാധിക്കും. അതിന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ പ്രാപ്തിപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.